നമസ്കാരം. കെ സുധാകരന് മുൻപിൽ വഴങ്ങാതെ ഹൈക്കമാൻഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹവുമായി വൻ സമ്മർദ്ദമുയർത്തി നിന്ന കെ സുധാകരൻ എംപിയുടെ മോഹം വിഫലമായി. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ സുധാകരന്റെ പേരില്ല. മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് സുധാകരനെ തഴഞ്ഞ് നേരത്തെ തീരുമാനിച്ച പട്ടികയുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത്. സുധാകരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്ന തീരുമാനമാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചതെന്ന് വ്യക്തം. ടി എ മോഹനൻ തന്നെയാണ് കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. കെ സുധാകരൻ ഉടൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് വിവരം. സുധാകരൻ കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്ന മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇനി സുധാകരൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. സുധാകരന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങേണ്ടതില്ല എന്ന ശക്തമായ നിലപാട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും സ്വീകരിക്കായിരുന്നുവെന്നാണ് വിവരം. നാമനിർദ്ദേശ പത്രിക നൽകാൻ 3 ദിവസം മാത്രം ശേഷിക്കെ കോൺഗ്രസിന്റെ രണ്ടാം പട്ടിക ഇനിയും പുറത്തു വന്നിട്ടില്ല. 5ലേറെ സീറ്റുകളിൽ രൂക്ഷമായ ഭിന്നത തുടരുന്നുണ്ട്. കണ്ണൂർ സീറ്റ് വേണമെന്ന കെ സുധാകരന്റെ പിടിവാശി കണക്കിലെടുക്കേണ്ട എന്ന തീരുമാനത്തിലാണ് ഇന്നലെ രാത്രി കോൺഗ്രസ് നേതാക്കൾ പിരിഞ്ഞത്. മുൻ മേയർ ടി ഒ മോഹനനെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അടൂർ പ്രകാശ് കണ്ണുവച്ചിരുന്ന കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കാനും തീരുമാനിച്ചു. അർദ്ധരാത്രി വരെ സീറ്റ് നിർണയ ചർച്ചകളുടെ വാർത്തകൾ നിരീക്ഷിച്ചിരുന്ന സുധാകരൻ സീറ്റില്ലെങ്കിലും മത്സരിക്കും എന്ന നിലപാടിലായിരുന്നു. പൊട്ടിത്തെറിച്ചാണ് സുധാകരൻ രാവിലെ കോൺഗ്രസ് നേതാക്കളോട് പ്രതികരിച്ചത്. പാർട്ടിയോട് ഗുഡ് ബൈ പറയുകയാണെന്ന് അദ്ദേഹം കെ സി വേണുഗോപാലിനെ അടക്കം അറിയിച്ചു. കണ്ണൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു. അപകടം മണത്ത നേതാക്കൾ ഇതോടെ അനുനയ നീക്കം തുടങ്ങി. പിന്നീട് എ കെ ആന്റണി തന്നെ വിഷയത്തിൽ ഇടപെട്ടു. ഒടുവിൽ കണ്ണൂരിൽ കെ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പുനരാലോചന നടത്താൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. സുധാകരന് സീറ്റ് നൽകുമെന്ന വാർത്ത പുറത്തു വന്നതോടെ പിന്നീട് അടൂർ പ്രകാശ് വാശി കാണിച്ചു. അടൂർ പ്രകാശും വിഷയത്തിൽ മലക്കം പറഞ്ഞു. കോന്നിയിൽ പാർട്ടി തീരുമാനം അനുസരിക്കുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട അടൂർ പ്രകാശ് ആ പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു. സുധാകരൻ മത്സരിക്കുന്നുവെങ്കിൽ തനിക്കും സീറ്റ് വേണമെന്ന വാദം അടൂർ പ്രകാശ് ശക്തമാക്കി. ഇതോടെ കോൺഗ്രസിന്റെ രണ്ടാം പട്ടികയിൽ അനിശ്ചിതത്വം തുടരുകയായിരുന്നു. എന്തു വന്നാലും മത്സരിക്കുമെന്ന നിലപാടിലായിരുന്നു സുധാകരൻ. എന്നാൽ സുധാകരന്റെ ഈ കടുംപിടുത്തത്തിന് മുന്നിൽ വഴങ്ങേണ്ട എന്ന് ഹൈക്കമാൻഡ് ശക്തമായി നിലപാടെടുക്കുകയായിരുന്നു. സംസ്ഥാന വ്യാപകമായി പ്രവർത്തകരുടെയും നേതാക്കളുടെയും പിന്തുണ തനിക്കുണ്ടെന്നും സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു. തനിക്കൊപ്പം മത്സരിക്കാൻ തയ്യാറെടുത്ത് സംസ്ഥാന വ്യാപകമായി DCC ഭാരവാഹികൾ വരെ രംഗത്തുണ്ടെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സുധാകരൻ കടുത്ത അതൃപ്തിയിലായിരുന്നു. മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച സുധാകരൻ ഒരു അനുനയത്തിനും വഴങ്ങിയിരുന്നില്ല. എന്നാൽ എംപിമാരെ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന കടുത്ത നിലപാടിലായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. ഇതോടെ കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റ് ഉണ്ടാകില്ലെന്ന് ഉറപ്പാവുകയായിരുന്നു. അതേസമയം കടുത്ത നിരാശയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. DCC വിളിച്ചു ചേർത്ത യോഗത്തിൽ 10 മണ്ഡലങ്ങളിലെ ഭാരവാഹികളും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുധാകരൻ മത്സരിച്ചാൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് നേരിടാൻ കഴിയില്ല എന്നാണ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. കെ സുധാകരൻ എംപിക്ക് സീറ്റ് നൽകാനുള്ള തീരുമാനത്തിനെതിരെ ചില നേതാക്കൾ രംഗത്തെത്തിയത് കണ്ണൂർ കോൺഗ്രസിന് വിഭാഗീയതയുടെ തിരികളക്കിയിട്ടുണ്ട്. എളയാവൂർ, കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റികളാണ് വിയോജിപ്പുമായി രംഗത്ത് വന്നത്. ഇന്ന് നടന്ന യോഗത്തിൽ 10 മണ്ഡലം പ്രസിഡന്റുമാർ സുധാകരന്റെ നീക്കത്തിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. കണ്ണൂരിൽ സുധാകരനെതിരെ എതിർപ്പുയർന്ന സാഹചര്യവും KPCC ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. സംസ്ഥാന തലത്തിൽ കെ സുധാകരനെ പിന്തുണയ്ക്കാൻ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയും A കെ ആന്റണിയും മാത്രമേ രംഗത്ത് വന്നിരുന്നുള്ളൂ എന്നതും ശ്രദ്ധേയമായിരുന്നു.